ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഗൈസ്. നമ്മൾ കിട്ടില്ലമ്പോഴത്തെ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്തേക്കാണ് ഗൈസ്. അപ്പം നമ്മുടെ ഇതൊരു വേറൊരു അക്കൗണ്ടാണ്, ഒത്തിരി ന്യൂബ് അക്കൗണ്ടാണെന്നല്ല, എന്നാലും അത്യാവശ്യം ന്യൂബ് അക്കൗണ്ടാണ്. അപ്പം നമുക്ക് നേരെ കളിലോട്ട് കിടക്കാം ഗൈസ്. അപ്പം നമ്മൾ ആദ്യം ചാടിയേക്കുന്നത്, നമ്മളിപ്പോൾ ഇറങ്ങിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പീക്കിലോട്ടാണ് ഗൈസ്. അപ്പം പീക്കിൽ ഇറങ്ങി നമുക്ക് ആദ്യമേ മെഡിക്കിറ്റും ജാക്കറ്റും പിന്നെ ഇൻഹേലറും പിന്നെ മെഡിക്കിറ്റ്. ഓ ഗൈസ്, നമുക്ക് നമ്മുടെ MP40 കിട്ടിയാണ് ഗൈസ്. പിന്നെ MP40 ബുള്ളറ്റ് കിട്ടി. അപ്പം നമുക്ക് വേറൊരു തോക്കും കിട്ടുന്നില്ല. ഓ ഗൈസ്, നമുക്ക് UMP കിട്ടി ഗൈസ്. UMP കിട്ടിയിട്ട് കാര്യമില്ല, നമ്മൾ രണ്ടും ഒരു ഷോർട്ട് റേഞ്ചും കൂടെ വേണം, അങ്ങനെ ഷോട്ട്. അതുകൊണ്ട് അപ്പോൾ നമുക്കിനി ഒരു UMP മാറ്റി ഇപ്പം വേറെ എന്തെങ്കിലും എടുക്കണം ഗൈസ്. ഇവിടെ എല്ലാം മെഡിക്കിറ്റാന്ന് തോന്നുന്നു, പക്ഷേ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ലെവൽ 3 ബാഗ് കിട്ടി കേട്ടോ ഗൈസ്. പിന്നെ ഇതേ ഗൈസ്, പിന്നെ MP40 പറഞ്ഞ MP40 UMP ഉള്ളൂ. അപ്പം നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും അപ്പോൾ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് മെഡിക്കിറ്റ്, പിന്നെ നമ്മുടെ മെഡിക്കിറ്റ് കിട്ടി. അപ്പം നമ്മളിവിടെ വന്നപ്പോഴത്തേനും നമ്മുടെ AK കിട്ടിയ ഭാഗ്യം. അപ്പോൾ ഒരു ഷോർട്ട് റേഞ്ച് കിട്ടിയിട്ടുണ്ട്. എനിക്കിഷ്ടം വുഡ് പെക്കറാണ്. വുഡ് പെക്കർ കിട്ടിക്കഴിഞ്ഞാൽ പവറായിരിക്കും, പക്ഷേ AK വേണം. നമ്മൾ നോക്കിയപ്പോഴത്തേക്കിനും ഒരുത്തനെ അവിടെ നിൽക്കുന്നു, ഒന്നും നോക്കിയില്ല ഗൈസ്, ഹെഡ് ഷോട്ട് അങ്ങ് അടിച്ച് അപ്പം നമ്മൾ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേനും അവിടെ ഒരുത്തനുണ്ട്, നമ്മുടെ പുറകിലും ഒരുത്തനുണ്ട്. പിന്നെ ഗൈസ് അവനായിട്ട് വെയിറ്റ് ചെയ്യാൻ പോകണ്ട, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഉള്ളവനെ നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ദാണ്ട ഗൈസ് ഒരുത്തൻ ഓടുന്നു, ഒന്നും നോക്കിയില്ല, സ്കോപ്പ് ഇട്ട് കുറച്ച് ഡാമേജ് കൊടുത്തു. നോക്കിയപ്പോൾ ഗൈസ് വേറൊരുത്തൻ, അവൻ നല്ല കിടിലം പോലത്തെ എനിക്ക് ഡാമേജ് തന്നു. പക്ഷേ ഞാൻ അവൻ്റെ തിരിച്ച് നല്ല ഡാമേജ് കൊടുത്തു. ഗൈസ് എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് മെഡ് അടിക്കട്ടെ, ഫ്രണ്ടിലും പുറകിലും മൊത്തം എനിമിയാണ് ഗൈസ്. അപ്പം നമുക്ക് ആ ലൂട്ട് ബോക്സിൽ ചെന്ന് നമുക്ക് അതിനകത്ത് AC-50 കിട്ടി. അപ്പോൾ നമ്മൾ AC-50 എടുത്തു, AK മാറ്റി AC-50 എടുത്തു. പിന്നെ നമ്മുടെ 5 ഇൻഹേലർ ഉണ്ടായിരുന്നു, നമ്മൾ ഇൻഹേലർ വലിച്ചു. അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ 2 കില്ലെടുത്തു, 40 പേര് അലൈവാണ് ഗൈസ്. അപ്പം നമുക്ക് നോക്കിയാൽ ഗൈസ് അടുത്ത ഒരുത്തൻ, എൻ്റെ ഹെൽത്ത് വളരെ കുറവാന്ന് തോന്നുന്നു, 94 ഡാമേജ് കൊടുത്തപ്പോഴത്തേനും അവൻ ചത്തു ഗൈസ്. അപ്പോഴത്തേക്കിനും നമ്മളിപ്പോൾ 3 കില്ല്, അടുത്തവന് കുറച്ച് ഡാമേജ് കൊടുത്തപ്പം അത് നമുക്ക് കിട്ടി. എന്നാൽ തിരിഞ്ഞ് നിൽക്കത്തില്ലേ. ഓക്കെ, അപ്പോൾ അടുത്തവനെ നമ്മുടെ MP40 ഇട്ട് ഹെഡ് ഷോട്ട് അടിച്ച് ഗൈസ്. തിരിഞ്ഞ സ്കോപ്പ് മാറി ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കിയപ്പോഴത്തേനും അവൻ്റെ ലൂട്ടിലും MP40 തന്നെ, വേറെ ഒന്നും കിട്ടുന്നില്ല ഗൈസ്. പിന്നെ ഗൈസ് നമുക്ക് M80 കിട്ടി, പക്ഷേ നമ്മൾ M80 എടുക്കാൻ പോയില്ല, നമുക്ക് M80 വലിയ താല്പര്യമില്ല ഗൈസ്. അപ്പം നിങ്ങൾക്ക് M80ക്ക് സ്കിന്നുള്ളവർ കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പം നമ്മൾ അവൻ്റെ ലൂട്ട് ചെന്നപ്പോഴത്തേനും കുറച്ച് ഇൻഹേലറും ബുള്ളറ്റും പിന്നെ മെഡിക്കിറ്റും ഒക്കെ കിട്ടി. പിന്നെ അടുത്ത ലൂട്ട് ചെന്നപ്പോൾ അവൻ്റെ ലൂട്ട് ഒന്നുമില്ല, രണ്ട് ഇതേ ഉള്ളൂ, ഹെൽമെറ്റും പിന്നെ വേറെ. പിന്നെ നമുക്ക് പിന്നെ ഇൻഹേലർ കിട്ടി, പിന്നെ MP40. അപ്പോൾ നമ്മളിപ്പോൾ 6 കില്ല് എടുത്തു കേട്ടോ ഗൈസ്, 32 പേരല്ലേ. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വെൻഡിങ് മിഷനിൽ പോയി തോക്ക് നമ്മൾ AUG എടുത്തു ഗൈസ്, നമ്മുടെ AC-50 മാറ്റി AUG എടുത്തു. ഈ കഴിഞ്ഞ അപ്ഡേറ്റിന് ശേഷം നമ്മുടെ AUG മാക്സ് ആവുമല്ലോ ഗൈസ്, ഹെഡ് ഷോട്ട് അടിക്കുമ്പോഴത്തേനും നമുക്ക് മാക്സ് ആവും. പിന്നെ നമ്മൾ ബാഗ് എന്ന തരത്തിൽ ഫുള്ളായി നിൽക്കുക. പിന്നെ നമ്മൾ ഇപ്പം വലിയ കളയാനൊന്നുമില്ല. നോക്കിയപ്പോൾ ഗൈസ് ഒരുത്തൻ കയറി വന്ന് ഒന്നും നോക്കി ഗൈസ്, MP40 ഇട്ട് തലമണ്ട അടിച്ച് പൊട്ടി ഗൈസ് അവൻ്റെ. അപ്പോൾ അവൻ്റെ ഇതേ ഗൈസ് 2 M80, എൻ്റെ പൊന്നെ ഇവനൊക്കെ. പിന്നെ നമ്മുടെ ബാഗിൽ നിന്ന് മറ്റേ ചെറിയ തോക്കെടുത്ത് മാറ്റണം ഗൈസ്, USP 1 ആണെന്ന് തോന്നുന്നത്, അടുത്ത് മാറ്റണം. അത് മാറുന്നില്ല, ഗൈസ് അങ്ങനെ നമ്മൾ ഗൈസ് ഇവിടെ ഏതൊരു എനിമി ഉണ്ട്, അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ മാറ്റാതെ പെടുന്നത് വന്നത്. ഗൈസ് ഇതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് മാറ്റാം. ഓക്കെ ഗൈസ്, അതായത് കളഞ്ഞിരിക്കുവാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഫ്രണ്ടിലൊരു കോയിനുണ്ട് ഗൈസ്, ആ കോയിൻ നമുക്ക് പോയി എടുക്കാം. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ എങ്ങാണ്ട് നമുക്ക് സീസൺ വന്നേക്കുമല്ലേ VR, ഇനി കുറച്ച് VR ഒക്കെ പുഷ് ചെയ്യണം. അപ്പം നിങ്ങൾ ഞാൻ കുറേ വീഡിയോ ഇടുന്നതായിരിക്കും, അപ്പം നിങ്ങളെല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പം ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ തല്ലി പൊട്ടിച്ചു, ഒന്നും ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഗൈസ് നമ്മുടെ ഒരുത്തൻ അവിടെ അടിക്കുമായിരുന്നു ഗൈസ് ഒരുത്തനെ. നമ്മളൊന്നും നോക്കിയില്ല, AUG ഇട്ട് സ്കോപ്പ് ഇട്ട് കുത്തി പിടിച്ചു.
അവൻ ആരെ അടിച്ചെന്ന് ആണ്ടിരിക്കുന്നു കാറിൻ്റെ അകത്ത്. അവൻ്റെ തലവണ്ടി അടിച്ച് പൊട്ടിച്ചു. പിന്നെ നമ്മൾ അവന്മാരുടെ ഡ്യൂട്ടി ചെന്നപ്പോൾ അതിനകത്തും MP40. പിന്നെ നമ്മൾ ബാറ്റ് എടുത്ത് കൈപ്പിടിച്ച് വണ്ടിയുടെ അകത്തൊക്കെ ലൂട്ട്. ഓക്കെ, നമുക്ക് നമ്മൾ ആഗ്രഹിച്ചിരുന്ന നമ്മുടെ വുഡ് പക്കർ കിട്ടിയിരിക്കുകയാണ്. ഇനിയും മൊത്തം സീനായിരിക്കും. നമ്മൾ ഈ ഇടയ്ക്ക് 9 കില്ല് എടുത്തു. 20 പേരൂടെ അലൈവാണ്. അപ്പം പിന്നെ MP40 ഇതന്നെ ഇവിടെ മൊത്തം MP40 ആണ്. നമ്മളങ്ങനെ സാധനം പൊട്ടിച്ച് ഇവിടെ അടുത്ത് അങ്ങനെ എനിമി അങ്ങനെ കാണാൻ പറ്റും. നോക്കിയപ്പോൾ ഇവിടെ അടുത്ത് എനിമി ഉണ്ട്. നമുക്ക് അവനായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാം. അവൻ ഈ വെൻഡിങ് മെഷീൻ്റെ അടുത്തെങ്ങാണ്ടായിട്ടാണ്. ഇവിടെ എവിടെയോ ഉണ്ട്, പക്ഷെ ഇവിടെ കാണുന്നില്ല. അവൻ എസ്കേപ്പ് ആയെന്ന് തോന്നുന്നു. ഇവിടുന്ന് പോയെന്ന് തോന്നി. പിന്നെ നമുക്ക് വന്നാൽ പോയേക്കാം. അപ്പം നമുക്ക് താഴോട്ട് ഇറങ്ങുവാണ്. പുല്ലിൻ്റെ ഒക്കെ മണ്ട കൂടെ ചേരാൻ എന്താ രസമാണ്. പെർഫെക്റ്റ്. താഴെ പോയി സീനില്ല. ഇവിടെ എല്ലാം ജാക്കറ്റൊക്കെയാണ്. നമുക്ക് ഹെൽത്ത് കൂടും. സാധനം പൊട്ടിച്ചിട്ട് കുറച്ച് ഹെൽത്തൊക്കെ കൂട്ടാം. ഹെൽത്ത് ഫുള്ളാണ്, പക്ഷെ നമുക്ക് പറ്റി ഇത് കൂട്ടാം. നമ്മുടെ മഷ്റൂം നോക്കിയപ്പോൾ അവിടെ ഒരുത്തൻ നമ്മൾ കുറച്ച് ഡാമേജ് ഇങ്ങോട്ട് വന്നു. അവനെ നമ്മൾ പിന്നെ നോക്കുമ്പോൾ അവനോട് കയറി വരിക. നമ്മൾ നോക്കിയില്ല, അവനെ കുത്തിപ്പിടിച്ചാൽ കൊന്നു. അവനോട് കയറി വരുവാ. നമ്മക്കിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയേ ചടങ്ങ് കയറി വരുവാ. ഒന്നും നോക്കിയില്ല, അവനെ അങ്ങ് തീർത്തു വിട്ട്. ഇത് ചെയ്യാനാ. അപ്പം ഇവൻ്റെ ഇതിലും AC-80 എല്ലാ അമ്മാറയിലും MP40 ആണ്. ഗൈസ് അവിടെ നോക്കുമ്പോഴത്തേക്കും ദാണ്ട ഒരുത്തൻ വെൻഡിങ് മെഷീൻ പോട്ടെ, നമ്മുടെ അഡീഷണൽ കീ തുറക്കുന്നത്തെ സുഖം കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അവിടെ AC അപ്പം നോക്കിയപ്പോൾ ദാണ്ട ഒരുത്തനെ അടിച്ചിട്ട് അവിടെ നിൽക്കുക. ഒന്നും നോക്കിയില്ല, ഒരു മൊണ്ട അങ്ങ് അടിച്ച് പിടിച്ച്. അവൻ്റെ ലൂട്ടിനകത്തും അവന് വുഡ്പക്കറൊക്കെ ഉണ്ടായിരുന്നു. നോക്കിയപ്പോൾ അടുത്തത് അവനെ കൊന്ന് തിരിഞ്ഞപ്പോഴത്തേക്കും അടുത്തത് അവനെ ഒന്നും നോക്കിയില്ല. അടുത്തോട്ട് ചെന്നിട്ട് MP40 ഇട്ടടിച്ചപ്പോഴത്തേനും അവൻ ഓടി മെഡടിക്കാൻ വേണ്ടി ഓടുന്നതാണ്. നമ്മക്ക് കല ബുദ്ധിയാണ്. അവിടെ അടിച്ച് തീർത്ത്. അപ്പം ഇതിൻ്റെ അടിക്കാൻ നമുക്ക് 10 ഉളുവാളൊക്കെ ആയി. 4 ഗ്രനേഡും 1700 പൈസയുണ്ട്. 11 പേരൂടെ ഇനി അലയുള്ളൂ. ഇവിടെ 14 കില്ലെടുത്തു. സീൻ അവിടെ നമ്മുടെ ഫൈനൽ ഫൈറ്റ് ആണ്. ഇവിടെ നമ്മുടെ ബോക്സ് വീണ് കിടപ്പുണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല, അതിനകത്ത് പോയി നോക്കിയപ്പോഴത്തേനും വലിയ ലൂട്ടൊന്നും ഇല്ല. നമ്മൾ ആ തോക്ക് എടുത്തിട്ട് ആയിരുന്നു. അതെടുത്ത് മാറ്റി ഹെൽത്ത് കൂടെ നോക്കല്ലേ. നമുക്കത് മാറ്റിയിട്ട് നമ്മൾ മറ്റേ ആ വുഡ്പക്കർ തന്നെ നമ്മൾ ആക്കിയേ. ടീമേറ്റ് ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഹെൽത്ത് കൂടുന്നേ. ഞാൻ ആ തോക്ക് വലിയായിട്ട് ഉപയോഗിക്കില്ലേ. പിന്നെ നമ്മുടെ ടീമുള്ളപ്പോൾ നമ്മൾ മറ്റേ ചെറിയ തോക്കില്ലേ, ചെറിയ ഹെൽത്ത് കൂടും, അതിട്ട് ഞാൻ വലിയായിട്ട് കളിക്കാറുള്ളൂ. നോക്കിയപ്പോൾ സോണിൻ്റെ പുറത്തോട്ട് എടുത്ത് ഓടി വരുമെന്ന് തോന്നുന്നു. അല്ല അവിടെ എന്തോ ഫൈറ്റാ, ഒന്നും നോക്കിയില്ല. അവന് കുറച്ച് കൊള്ളുന്നില്ലല്ലോ. അവൻ്റെ അത് ബാഗാന്ന് തോന്നുന്നു. ബാഗല്ല അവൻ്റെ പുറത്ത് മറ്റേ കത്തി എന്തോ ഇരിപ്പുണ്ട്. ചെറുക്കൻ അവിടെ ഇരിക്കുമായിരുന്നു. ഒന്നും നോക്കിയില്ല. അവനെ അങ്ങ് എടുത്തു. പിന്നെ 15 കില്ലായി. 6 പേരൂടെ അലൈവുള്ളൂ. ഒരുത്തനും കൂടെ ചത്തു കഴിഞ്ഞാൽ പിന്നെ ഫൈനൽ ഫൈറ്റ് വരും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫൈനൽ ഫൈറ്റ് ആയി. 5 പേരൂടെ ഉള്ളൂ. ഒരുത്തൻ പുറകെ നടിച്ചു. ഒന്നും നോക്കിയില്ലേ. വുഡ്പക്കർ എടുത്തിട്ട് നമ്മൾ അങ്ങ് അടിച്ച്. പക്ഷെ അവന് 51 ഡാമേജ് കൂടുള്ളൂ, ബാക്കി കൂടുന്നില്ല. നോക്കുമ്പോൾ അങ്ങ് പൊങ്ങും സ്വല്ലം പറക്കുവാണ്. എൻ്റെ പുറകെ തന്നെ ബൂസ്റ്ററോ. നോക്കിയപ്പോൾ അടുത്തവൻ അവൻ്റെ തല അടിച്ച് പിടിച്ചു. നോക്കിയപ്പോൾ അവൻ താഴെ ചെന്നു. ഒന്നും നോക്കിയില്ല, സ്കോപ്പ് ഇട്ട് അടിച്ചു. പക്ഷെ മൊത്തം അവൻ്റെ ഈ കത്തിയല കൊള്ളുന്നു. അവനിങ്ങനെ വെപ്പൺ എടുത്തിട്ടുണ്ട്. വെപ്പൺ മറ്റേ കത്തി അങ്ങനെ അത് എടുത്തിട്ടുണ്ട്. ഈ വാള് നമ്മുടെ ഈ ബാറ്റാണ്. നോക്കിയപ്പോഴത്തെ വേർത്തെ അവനെ അടിച്ചിട്ടു. 2 പേരുള്ളേ ഉള്ളു, ഒരാളും കൂടെ ഉള്ളു. ഈ കളി ബുയ്യ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയും ബുയ്യ എടുത്താൽ മതിയായിരുന്നു. അവനിപ്പോൾ ചാവും തോന്നുന്നു. അവനൊന്നും കാണാനില്ലല്ലോ ഇവിടെ. അവൻ സോണി പോയി തിരിക്കും.
അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ വീഡിയോ. അപ്പം ബൈ ഗൈസ്. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.